എന്താ വെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. 3 സമയത്താണ് ഒരു മനുഷ്യൻ മാറ്റങ്ങൾ ഉണ്ടാകുക. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോ എന്ന് പറഞ്ഞാൽ വലിയ കുട്ടിയാവുമ്പോ എന്ന് പറയും കാരണന്മാര്. ചിലപ്പം വാപ്പ അവനോട് പറയും ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ടടാ എന്ന് പറയും. വലിയ കുട്ടി ആകണേന് കുഴപ്പമില്ല, വലിയ കുട്ടിയായി അവനാന് തോന്നിയാല് പ്രശ്നമാവും. ഇപ്പൊ എനിക്കിങ്ങനെ തോന്നിയാണ് ഞാൻ ഒരു വലിയ കുട്ടിയാണെന്ന് തോന്നിയാൽ എന്താ കുഴപ്പം? പിന്നെ ആര് പറഞ്ഞു ഞാൻ കേൾക്കൂല. അത് മനുഷ്യന് വലിയ പരാജയക്കാരം. വലിയ കുട്ടി ആകണേന് കുഴപ്പമില്ല, പക്ഷെ വലിയ കുട്ടിയായി എന്ന് തോന്നാൻ പാടില്ല, അത് പ്രശ്നമാവും. അതന്നെ ഒന്നാമത്തത്. രണ്ടാമത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ജോലി കിട്ടിയാലാണ് എന്നാണ്. തൊഴിൽ കിട്ടിയാല്, ജോലി കിട്ടണത് വരെ ഒരു ജോലി കിട്ടാൻ കഴുതക്കാല് വരെ പിടിക്കാൻ തയ്യാറാവും. അതേസമയത്ത് ജോലി കിട്ടിയാൽ സ്വഭാവം മാറും. പിന്നെ തൊഴിലില്ലാത്തവരെ കണ്ണിന്റെ വരെ കണ്ടുകൂടാന്നുള്ളതാണ് പ്രശ്നം. മൂന്നാമത്തത് പ്രായമാവുമ്പോ, റിട്ടയർഡ് ആവുമ്പോ, ഗവൺമെന്റ് ജോലിയിൽ നിന്നായാലും പാടത്തു നിന്നായാലും കൗങ്ങുമെന്ന് റിട്ടയർഡ് ആയാലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയാലും മദ്രസിൽ നിന്ന് റിട്ടയർഡ് ആയാലും ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും എവിടുന്ന് റിട്ടയർഡ് ആയാലും ഉള്ള കുഴപ്പം കാര്യങ്ങള് കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാന്നുള്ളതാണ് പ്രശ്നം. വല്യാപ്പാന്റെ അടുത്തൊക്കെ പേരക്കുട്ടി വരുമ്പോ വലിയ റാഹത്തിലാ വരിക. ആയ് വല്യാപ്പ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വല്യാപ്പ ഗേറ്റിന്റെ അവിടുന്ന് തോളിലൊക്കെ ഇട്ടിട്ട് പേരക്കുട്ടിനെ കൊണ്ടുവരും. 24 മണിക്കൂർ കുഴപ്പമുണ്ടാവില്ല. 25ാമത്തെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് വല്യാപ്പാന്റെ തനി സ്വഭാവം പുറത്തു വരും. പത്രത്തിൽ നിന്ന് ഫോട്ടം കീറി, കണ്ണടയുടെ കാല് മുറിച്ചു, അപ്പടി ഇപ്പടി അങ്ങട്ട് ഇങ്ങട്ട്. സൈക്കിൾമ കയറിയാല് കയറിയതിന്റെ കുഴപ്പം, സൈക്കിൾമ കയറിയില്ലെങ്കിൽ കയറാത്തതിന്റെ കുഴപ്പം. സൈക്കിൾമ കയറിയാല് കണ്ടിലെ ചെറുക്കൻ ഊര മുറിക്കാൻ കയറിയിരിക്കണത് നായി. സൈക്കിൾമ കയറിയില്ലെങ്കിൽ 4,500 ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു സൈക്കിള് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ ചെറുക്കനായുമ്പോ ഒന്ന് കയറി നോക്കിക്കൂടെ നായി. ഇത് പള്ളിക്ക് ഉണ്ടാവും. ഹൗദെന്ന് വെള്ളം മുക്കിയാല് മുക്കിയതിന്റെ കേസ്, ഹൗദെന്ന വെള്ളം മുക്കിയില്ലെങ്കിൽ മുക്കാത്തതിന്റെ കേസ്, കാൽമക്കൂടെ പറഞ്ഞാൽ കണ്ടിലെ പടച്ചോന്റെ ഹൗദത്തെ വെള്ളം മുഴുവൻ മുക്കി വയ്ക്കണമെന്നായി. എന്നാ കാലഗാഥന് കയറിയാലോ അള്ളാന്റെ പള്ളിക്കൊക്കെ കാലഗാഥ കയറുന്നായി. ഇതാണ് അവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാല് ചിലതൊക്കെ കാണാത്ത മാതിരി ഇരിക്കേണ്ടി വരും. എല്ലാരും ചെറുതായിട്ട് വലുതായതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് എന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ ദർസ് നിലക്കും, അല്ലെങ്കിൽ ദർസ് നിലക്കൂല. ഇവിടെ എന്നല്ല എവിടെയും നിലനിൽക്കില്ല. ഇനി ഈ പറഞ്ഞൊരു കാര്യം ഇവിടുത്തെ ഒരു കാര്യമല്ല, എല്ലായിടത്തും കാര്യം അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും അതെന്താ സംഭവിച്ചാലേ ഒരു കുടുംബപരമായ പ്രശ്നം ഇതിന്റെ ബാക്കില്. അത് കുട്ടികളിങ്ങനെ ദേശം ഇങ്ങനെ വലുതായി, ഒരാൾ അക്കരമ പോയി, ഒരാൾ ഇക്കരമ പോയി, ഒരാൾ നടുവിൽ ചായ കച്ചവടം തുടങ്ങി ഇങ്ങനെ സെറ്റായാല് ഇമ്മിയും കുട്ടികളും ഒന്നായിട്ട് വാപ്പാനൊരൊറ്റ ചവിട്ടം കൊടുക്കും. പിന്നെ വാപ്പാക്ക് പെരയില് തീരെ സീറ്റില്ല. പെരയിൽ എന്ത് നടക്കുകയാണെങ്കിലും വാപ്പാട് ചോദ്യമില്ല, ഉത്തരമില്ല. അറിഞ്ഞു, അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല. വാപ്പാക്ക് ആകെ 3 പണിയാണ് പിന്നെ ഉണ്ടാകുക. ഒന്ന് രാവിലെ മീൻകാരന്റെ അടുത്ത് പോയിട്ട് മീൻ പേടിച്ചോണ്ടിരിക, 2 നഴ്സറി കൂടിനെ വണ്ടി കയറ്റി കൊടുക്കുക, 3 ഈ ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിട്ട് അവിടെ വല്ല മൂലമാറ്റിയോളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ സംസ്കരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങട്ട് ഇങ്ങട്ട് അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരുക്ക വന്ന കുട്ടി പിന്നെ ആ വൈക്ക് വരാത്ത കോലത്തിലാക്കുക. ഇതാണ് സംഗതി അറിഞ്ഞത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനി ദർസിലോടത്തുനിന്ന് മാത്രല്ല കേട്ടോ, കുറെയൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാട്ടണത് ഒരു പരിധി വരെ നമ്മൾ കാണാത്ത മാതിരിക്കുക എന്ന് കരുതിയിട്ട് ഇനി കുട്ടികൾ കുരുത്തക്കെടും 32 കാട്ടണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ദർസ് പറഞ്ഞപ്പോ അങ്ങനെ ഓർമ്മ വന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് എന്ന് ആലോചിക്കാൻ പറ്റുമോ? ദർസ് നിലക്കും, അല്ലെങ്കിൽ ദർസ് നിലനിൽക്കൂല. നമ്മളെ കുട്ടിയാണെങ്കിൽ നമ്മൾ നിലനിർത്തുമോ? എന്നിട്ടല്ലേ വേറുള്ളവരെ കുട്ടി. അപ്പൊ അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം എല്ലാരും. ദർസുള്ള പള്ളിയിൽ ദ്വാക്ക് പ്രത്യേക ഇജാബത്ത് ഉണ്ടാവുമെന്നാണ് നമ്മള് ഇത് പറയലുണ്ടല്ലോ. മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാന്ന് നമ്മള് നുസ്ക് ആപ്പില് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയ സമയത്ത് ഉറക്കൊഴിച്ച് വരിന്നിട്ട് നമ്മൾ കയറിയിട്ട് തോരക്കും. എവിടെ? മദീനത്തെ പള്ളിയില്. പിന്നെ മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞ റൗളയില് കയറിയിട്ട് നുസ്ക് പറഞ്ഞ ആപ്പിൽ ആദ്യം അപേക്ഷ കൊടുക്കണം. ഒരു കൊല്ലത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ. അപേക്ഷ കൊടുത്ത് സമയം കിട്ടിയാല്
അലാറം വെച്ച് ഉറക്കൊഴിച്ചിട്ട് പോയി വരി ഇന്ന് കയറിയിട്ട് നിക്കരിച്ചുങ്ങാണ്ട് ദോരക്കും. എന്താണ് മാബൈന ഖബ്രി വ മിംബരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രത്യേകത? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മുദർരിസ് ആയിഷ ബിയുടെ വീട്ടിൽ നിന്ന് ദർസ് നടത്തുന്ന സ്ഥലത്തേക്കും ദർസ് നടത്തുന്ന സ്ഥലത്ത് നിന്ന് ആയിഷ ബിയുടെ വീട്ടിലേക്കും നടന്ന സ്ഥലമാണ്. ഒരു മുദർരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണത്. ഇതിനെ വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, പള്ളിയിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, പള്ളി നിർമ്മിക്കുന്നതിന്റെ പണം പരിശുദ്ധമായ പണമായിരിക്കണമെന്നതാണ്, ശുഭത്തിന്റെ മുതലായിരിക്കരുത് എന്നതാണ്. രണ്ടാമത്തേത്, ദർസുള്ള പള്ളികൾക്ക് പ്രത്യേകമായി ഇജാബത്ത് ഉണ്ടാകുമെന്നതാണ്. മുതല്ലിമീങ്ങളുടെ സാന്നിധ്യം ദുആക്ക് ഇജാബത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് നിലനിർത്തണം എന്ന് സഹബന്തേ പറഞ്ഞു. 6-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ പള്ളി ദർസ് ഉണ്ടായതാണ്. ലോകത്ത് എവിടെയും ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ സുന്നികളായി നിലനിന്നതിന്റെ കാരണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ത്വരീഖത്തുകൾ വന്നു, കേരളത്തിൽ വന്നു. അന്നും വ്യാജ ത്വരീഖത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നിസ്കരിക്കാത്ത വലിയ ഉണ്ടാവുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ഉണ്ടായിക്കൂടായൊന്നുമില്ല. തക്ലീഫ് ഇല്ലാത്തവരുണ്ടാവും, ഫനാഇന്റെ മക്കാമിലുള്ളവരുണ്ടാവും, ബക്കാഇന്റെ മക്കാമിലുള്ളവരുണ്ടാവും. ഉണ്ടായിക്കോട്ടെ, ഞമ്മക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവരെ പിന്തുടരാൻ പാടില്ല. അതാണ് നമ്മളെ അഖീദ. വലിയ ഉണ്ടാവുന്നതിന് വിരോധമല്ല. തക്ലീഫ് ഇല്ലാത്ത ഔലിയാക്കന്മാരുണ്ടാവും, അല്ലെങ്കിലും പിരാന്തൻ വിലായത്തില്ലാത്ത ഔലിയായിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. പിരാന്തന് ഹിസാബില്ലല്ലോ. അതുകൊണ്ട് ഭ്രാന്തന്മാര് വിലായത്തില്ലാത്ത ഔലിയായിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പിരാന്തനായ വലിയൊക്കെ ഉണ്ടായേക്കാം, തക്ലീഫില്ലാത്ത വലിയുണ്ടായേക്കാം. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ പിന്തുടരാൻ പാടില്ല. പിന്തുടരപ്പെടുന്ന ആളുകൾ 100-ൽ 110% ശരീഅത്തിന്റെ അഹ്കാമുകൾ പാലിക്കുന്നവരായിരിക്കണമെന്ന് അന്നേ 6-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ പിന്തുടർന്നു വരുന്ന നിയമമാണ്. ആ നിയമം തന്നെയാണ് ഉള്ളത്. അതിനെതിരിൽ വരുന്ന ത്വരീഖത്തുകൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയും. ഈ മൂല്യം പാലിച്ചുകൊണ്ടൊരു ത്വരീഖത്തുണ്ടോ? സമസ്ത അതിനെ പറ്റി ഒന്നും പറയണില്ലല്ലോ. അതേ സമയത്ത് ശരീഅത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചാൽ പറയും അതിൽ ആളുകൾ പിന്തുടരാൻ പാടില്ലെന്ന് പറയും. ആള് പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞാല് എല്ലാ ത്വരീഖത്തിന്റെയും അഹ്ലുകാരുടെ അഖീദ പയച്ചുന്നോ ഓല് നരകത്ത് പോകുന്നോ ഒന്നോ അതിന് അർത്ഥം വെക്കണ്ട. അങ്ങനെ ഉള്ളതും ഉണ്ടാവും, പക്ഷെ എല്ലാതും അങ്ങനെയാണെന്ന് വെക്കേണ്ടതില്ല. ആൾക്കാരെ ഇതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. കാരണം ശരീഅത്തിന്റെ നിയമങ്ങൾ 100% പാലിക്കുന്ന ത്വരീഖത്തുകൾക്ക് മാത്രമേ 6-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അഹ്ലുൽ ഹഖ് അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ത്വരീഖത്തൊക്കെ ഇന്നിപ്പോ ഒരു സുഖായി വരുന്നുണ്ട് ആൾക്കാർക്ക്. 3 വഴികളിലൂടെ ഷാദുലി ത്വരീഖത്ത് കേരളത്തിൽ വന്നു. ഒന്ന്, കോഴിക്കോട് കാളിമാർ മുഖേന വന്നിട്ടുണ്ട്. മറ്റൊന്ന് കൊച്ചി വഴിയായി വന്നിട്ടുണ്ട്. മറ്റൊന്ന് കേരളത്തിലെ മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങൾ വഴിയായി വന്നിട്ടുണ്ട്. 3 വഴിയും ഹക്കായ വഴിയാണ്. ഷാദുലി ത്വരീഖത്ത് വന്നു. നമ്മളിന്ന് ഷാദുലി ത്വരീഖത്തിന്റെ ഭാഗമായി വന്ന ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാരിയ സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് പറഞ്ഞ നമ്മൾ ചെയ്യുന്ന സ്വലാത്ത് ഷാദുലി ത്വരീഖത്തിൽ പെട്ടതാണ്. നമ്മൾ ജുമാഅത്ത് എന്നാൽ വെള്ളിയാഴ്ച ജുമാഅത്ത് എന്നാൽ പള്ളിയിലുണ്ടാവും അൽക്കഫും സ്വലാത്തും കണ്ടൊരു ഏട്. പഴയ പള്ളിയിലേ ഉണ്ടാവുള്ളൂ, പുതിയലിപ്പോ ഓതാൻ നേരമില്ലാത്തതുകൊണ്ട് ഏട് ഉണ്ടാവില്ല. പഴയ പള്ളിയിലുണ്ടാവും. പിന്നെ വല്ല മ്യൂസിയത്തിലെവിടെയൊക്കെ ചിലപ്പം തെരഞ്ഞാൽ കിട്ടും അൽക്കഫും സ്വലാത്തും കണ്ടൊരു ഏട്. ഇത്ര പോകുന്ന ചെറിയൊരു ഏട്. അതിന്റെ പകുതി അൽക്കഫും പകുതിക്കൊന്നും കണ്ടൊരു സ്വലാത്തുമാണ് ഉള്ളത്. ഏതാ സ്വലാത്ത്? ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ള ത്വരീഖത്തിന്റെ വഴിയായി വന്നിട്ടുള്ള 7 സ്വലാത്തുകളുടെ സമാഹാരമാകുന്നു അത്.